ഹലോ, ഹായ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദെൻ അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ മീൻസ് മൺഡേ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മേളിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ട്യൂസ്ഡേ ട്യൂസ്ഡേ ഐ തിങ്ക് ട്യൂസ്ഡേ ഓർ വെനസ്ഡേ അപ്പോൾ ആ ടൈമിലായിരുന്നു നമുക്ക് HDFC ബാങ്കിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. നമുക്ക് പിറ്റേ ദിവസം മുതൽ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിലുള്ള ഫോളുമായി. അപ്പോൾ നമുക്ക് അതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ കറക്റ്റായിട്ട് നമ്മൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു. മീൻസ് മാർക്കറ്റ് നമ്മൾ അന്നത്തെ ഈവനിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ്. മീൻസ് മാർക്കറ്റിന് ഒരു ബീറിഷ് ടെറിട്ടറി അതല്ലെങ്കിൽ ഒരു ബീറിഷ് സെന്റിമെന്റിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബട്ട് നമുക്ക് HDFCയുടെ ആ ഒരു റിസൾട്ടിന്റെ ബേസിലുള്ള കുറച്ച് നമ്മൾ ഒരു 7% HDFCയുടെ ADR ഒക്കെ ഫോളോ ആയി. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലോ ആയിപ്പോയി. നമുക്ക് നല്ലൊരു ഗ്യാപ് ഡൗൺ വന്നു. അപ്പോൾ മീൻസ് അവിടെ നമ്മൾ കുറച്ച് നമുക്ക് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഹുജിൽ ഒരു 4% അല്ലെ, ഒരു 4%ന്റെ മേളിൽ മീൻസ് ഓൾറെഡി ആ മാർക്കറ്റ് അന്ന് നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് ഉണ്ടായി. ആ ഫോളും കൂടി വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലേക്ക് ബാങ്ക് നിഫ്റ്റി കറക്ഷന് പോയി. ഓൾമോസ്റ്റ് 48+ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് നിഫ്റ്റി 45,500 ഒക്കെ എടുത്തു. ഇപ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് എടുത്ത് നമുക്ക് 46 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് ഈ വീക്ക് എങ്ങനെ കാണാൻ ശ്രമിക്കാം, മീൻസ് എങ്ങനെയായിരിക്കും നമുക്ക് ഇനി വരും ദിവസങ്ങളിലെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് എങ്ങനെയായിരിക്കും. നമുക്ക് ഫ്രൈഡേ നമ്മൾ മീൻസ് നമുക്ക് സാറ്റർഡേ നമുക്ക് ഇതുണ്ടായിരുന്നു, നമ്മൾ മൺഡേ നമുക്ക് ഓഫാണ്. റീസൺസ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇനി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻസ് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സെന്റിമെന്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഈ ഇത്രയും വലിയ ഫാൾസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എപ്പോഴും ലോസ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ മാക്സിമം നോക്കുക. അതല്ല എങ്കിൽ ഇത്രയും മീൻസ് അയോൺ കോണ്ടറിനൊക്കെ ശരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ വരുമ്പോൾ മാത്രം മീൻസ് എവിടെയാണോ നല്ല നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് മീൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ മാക്സിമം നമുക്ക് അയൺ കോണ്ടറിനെ ഒഴിവാക്കുന്ന നല്ലത്. അതല്ല എങ്കിൽ ഈ അയൺ കോണ്ടറിലൊക്കെ നമുക്ക് ഒരുപാട് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ 0.1% മീൻസ് 1% അല്ലെങ്കിൽ 2% ആണ് നമുക്ക് അയൺ കോണ്ടറിൽ നിന്ന് മാക്സിമം നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ വൺസ് അത് ലോസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 4-5+ % ഒക്കെ ലോസിൽ പോകാം. 3x ലെവലൊക്കെ SL ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നല്ല ലോസിലേക്കൊക്കെ പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ എല്ലാവരും ഈ അയൺ കൗണ്ടർ ചെയ്യുന്നവരൊക്കെ ബിയർ സെന്റിമെന്റ് വന്നാൽ ന്യൂട്രലാണ്. നമുക്ക് എവിടെയാണ് നമുക്ക് OA ചാർട്ടൊക്കെ നോക്കി പ്ലസ് FIDA ഡാറ്റ ഒക്കെ നോക്കിയാണ് നമ്മൾ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ നമുക്ക് മാർക്കറ്റിന്റെ OA വെച്ചിട്ടാണ് മാർക്കറ്റിന്റെ ലെവൽസ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുക. എല്ലാത്തിനും നമുക്കൊരു എന്താ പറയുക ഒരു 70-80% ആണ് നമ്മൾ ഇതെല്ലാം നമുക്കൊരു കറക്റ്റ് ചെയ്ത് വെക്കുക. ബാക്കിയെല്ലാം നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യും ഇതാവും അങ്ങനെ നമുക്ക് എക്സാക്ട്ലി അങ്ങനെ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്തെ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി വേണം. ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി ആകുമ്പോൾ നമുക്ക് ഈവൻ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ വന്നാൽ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും. നമുക്ക് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ലോസ് ഉണ്ടാവുള്ളൂ. മീൻസ് അത് നമ്മളെ പാനിക് ആക്കില്ല. മീൻസ് നെക്സ്റ്റ് ഡേയും നമ്മൾ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അത് അങ്ങനത്തെ കാര്യങ്ങൾ മീൻസ് അറിയാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെ അത് സെറ്റപ്പ് ആക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ കയറി മീൻസ് DM ചെയ്ത് ചോദിക്കാവുന്നതാണ്. മീൻസ് അതിൽ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനത്തെ നല്ലൊരു സെറ്റപ്പ് ഒക്കെ വന്നെയാണെങ്കിൽ നമ്മൾ അത് ചെയ്യാറുണ്ട്. നമുക്ക് ലിമിറ്റഡ് ലോസ് മാക്സിമം നമ്മൾ 1%-ന്റെ ഒക്കെ ഒരു ട്രേഡ് മീൻസ് ലോസിൽ അതല്ല പ്രോഫിറ്റ് വന്നെയാണെങ്കിൽ നമ്മൾ 4 or 5% ആണ് നമ്മൾ ബുക്ക് ചെയ്യുക. മീൻസ് 3% വന്നാൽ തന്നെ ഒരു 1 വീക്ക് നമ്മൾ ഹാപ്പി ആവുകയും ചെയ്യും. സോ അത് നമുക്ക് 3 എക്സ്പയറീസ് വന്നിട്ടുണ്ട്. അപ്പം നല്ല എക്സ്പയറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈഡ് വൈസ് മൂവ്മെന്റ് നമ്മൾ ഓപ്ഷൻ സെല്ലേഴ്സിൽ തന്നെ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് മീൻസ് അയൺ കൗണ്ടറിൽ നമ്മൾ എപ്പോഴും റിസ്ക് ഹോൾഡ് ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് ഇത്ര ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണം. അതല്ല നമ്മൾ മീൻസ് അതല്ലാണ്ട് നമ്മൾ അയൺ കൗണ്ടറിനെ ഹോൾഡ് ചെയ്ത അയൺ കൗണ്ടർ ഒരിക്കലും ഒരു മീൻസ്
ഇത് വർക്കാവാത്ത സ്ട്രാറ്റജി എന്നല്ല പറയുന്നത്, അൺകൗണ്ടറിന്റെ റിസ്കിന്റെ കാര്യമാണ് പറയുന്നത്. അൺകൗണ്ടർ ചെയ്യാം നമ്മൾ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ മാർക്കറ്റ്. വിക്സ് മൂവ് അപ്പ് ആകുമ്പോൾ ഒരിക്കലും അൺകൗണ്ടറിലേക്ക് കയറാണ്ടിരിക്കുക, അത് റിസ്ക് കൂടുതലായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി അൺകൗണ്ടറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഹ്യൂജ് ക്യാപിറ്റൽ ഉള്ളവർക്ക് മാത്രമേ ആയിരിക്കും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഇനി ചെറിയ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 50K ഒരു 1 lakh ഒക്കെ വെച്ച് ചെയ്യുന്നവർക്ക് അൺകൗണ്ടർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ട്രേഡിൽ കയറാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മൾ അത് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതറിയണം, അത് പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളത് DM ചെയ്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലും നമ്മൾ അതിനനുസരിച്ചുള്ള ട്രേഡ്സ് നമുക്ക് അങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 minutes ഇൻട്രൊഡക്ഷനിൽ പോയി. നമുക്ക് ലാസ്റ്റ് 2 ദിവസം ഉണ്ടായിരുന്നു. ഫ്രൈഡേ നമ്മൾ ചെയ്തിട്ടില്ല. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേയിലെ അനാലിസിസ് ഉണ്ട്, അതൊന്ന് നോക്കാം. അത് നോക്കിയിട്ട് നമുക്ക് ഇനി മൺഡേ അല്ല ട്യൂസ്ഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ട്യൂസ്ഡേയിലുള്ള മാർക്കറ്റിന്റെ ലെവൽസും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രൈഡേ. ഫസ്റ്റ് നമുക്ക് ഫ്രൈഡേ പറയാം. ഫ്രൈഡേ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ട് അവിടെ ചെറിയ രീതിയിൽ ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായത്. നിഫ്റ്റി കംപ്ലീറ്റ്ലി സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. താഴെ ഡിമാൻഡ് സോൺ പ്ലസ് സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. സപ്ലൈ സോൺ ആൻഡ് ഡിമാൻഡ് സോണിൽ ഓൾമോസ്റ്റ് അങ്ങോട്ടൊന്നും വരാണ്ട് തന്നെ ഒരു ഇത് മീൻസ് സൈഡ് വേസ് മാർക്കറ്റ് എടുത്തു. ഇവിടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി നമ്മൾ അത് കൊടുത്തു. മീൻസ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ OA ചാർട്ട് വെച്ചിട്ട് 21,500 ആൻഡ് 21,700 ആണ്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നിഫ്റ്റി മാക്സിമം നമുക്ക് എന്താ പറയുക, നമുക്ക് അതൊരു സൈഡ് വേസ് മൂവ്മെന്റിനുള്ള ചാൻസ് ആണ് മാക്സിമം നിൽക്കുക. അപ്പോൾ 21,600 എന്താക്കുന്നത് നിഫ്റ്റി സൈഡ് വേസ് മൂവ്മെന്റ് തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് നിഫ്റ്റി അവിടെയായിരുന്നു, സൈഡ് വേസ് മൂവ്മെന്റിലായിരുന്നു നിഫ്റ്റി ഉണ്ടായ. ദെൻ സാറ്റർഡേ ആണെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. പിന്നെ സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് തന്നത് നിഫ്റ്റി തന്നു. മീൻസ് ഒരു സ്ലൈറ്റ്ലി ഒരു എന്താ കംപ്ലീറ്റ്ലി ഒരു മൂവ്മെന്റ് അല്ല, ബിയറിഷ് ബയാസിൽ ആ സോൺ ഒന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ പയ്യെ ഒരു താഴെ വീഴുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു, പിന്നെയും താഴെ വീഴുന്നു, റീടെസ്റ്റ്, അങ്ങനെ വന്നിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ക്ലോസിങ് 0.23% ക്ലോസ് ആയിരുന്നു നിഫ്റ്റിക്ക് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഫ്രൈഡേ കംപ്ലീറ്റ്ലി സൈഡ് വേസും, സാറ്റർഡേ വന്നപ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺവേർഡ് മീൻസ് ഒരു ചെറിയ നെഗറ്റീവ് ബയാസിലുള്ള ട്രേഡ് ആയിരുന്നു തന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റി, ആക്ച്വലി ഈ ബാങ്ക് നിഫ്റ്റിയുടെ സാറ്റർഡേയുടെ ഉള്ള ലെവല് ശരിക്കും ഇതിൽ അപ്ഡേറ്റ് അല്ല. മീൻസ് ഞാൻ സാറ്റർഡേ മാർക്കറ്റിൽ നോക്കിയിട്ടില്ല. ദെൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് ഫ്രൈഡേ നോക്കാം. ഫ്രൈഡേ നമുക്ക് നല്ല ഗ്യാപ്പ് അപ്പ് വന്നിട്ട് വീണ്ടും സപ്ലൈ സോണിന്റെ അടുത്ത് പോയിട്ട് അവിടെ റിജക്ഷൻ വന്നു. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 46,000 സ്ട്രാഡിലാണ് നമ്മൾ ഓൾറെഡി, അതിനാണ് നമ്മൾ യെല്ലോ ലൈൻ വെച്ചത്. പക്ഷേ ആ സ്ട്രാഡിൽ വന്നു, ഡിമാൻഡ് സോണിന്റെ അവിടെ കൺസോൾട്ടേഷൻ എടുത്തു. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി 47,000 സ്ട്രാഡിലാണ്. അപ്പൊ ഡിമാൻഡ് സോൺ താഴേക്ക് വന്നാലും നമുക്ക് എന്താക്കുന്നില്ല, മൂവ്മെന്റ് കിട്ടുന്നില്ല. കാരണം മാത്രമല്ല നിഫ്റ്റി ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി സൈഡ് വേസ് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു സോൺ താഴേക്ക് വീണെന്ന് വിചാരിച്ച് ഓടിക്കേറി അവിടെ ട്രേഡ് എടുക്കരുത്. ഇപ്പൊ ഇൻട്രാഡേ ലെവൽസിലുള്ളവർക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇൻട്രാഡേ ഓപ്ഷൻ ബയേഴ്സിനൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതില് നമ്മളൊരു 50 to 60% നമ്മൾ അത് തന്നെയായിരിക്കും പറയുന്നത്. ഇൻട്രാഡേ പ്ലേയേഴ്സ് ശരിക്കും വാച്ച് ചെയ്യുകയാണെങ്കിൽ, സോൺ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഇപ്പോൾ ഫ്രൈഡേയിലുള്ള ലെവൽസ് ആണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ പറഞ്ഞത്. ദെൻ ഇനി നിഫ്റ്റി നമുക്ക് സാറ്റർഡേസിൽ വേണമെങ്കിൽ ഓൾമോസ്റ്റ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സെയിം ആയതുകൊണ്ട് സാറ്റർഡേ വേണമെങ്കിൽ ഫിൻ നിഫ്റ്റി നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരിക്കും, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. നിഫ്റ്റി നമുക്ക് ഒരു 0.23% ഡൗൺ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം 0.78% അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് അപ്പ് ആയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓൾറെഡി അപ്പം ആയിരിക്കും. ആ നിഫ്റ്റിക്ക് മാത്രം ചെറിയൊരു എന്താ പറയുന്ന ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ക്ലോസ് ഉണ്ടായിട്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലസ് നിഫ്റ്റിയുടെ നമുക്ക് ലാസ്റ്റ് ഇൻട്രാഡേ അനാലിസിസിനെ പറ്റി പറയാന്നുള്ളത്. സോണിന്റെ അകത്ത് തന്നെ കംപ്ലീറ്റ്ലി ട്രേഡിംഗ് സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ദെൻ ഇനി നമുക്ക് ഒരു OI അനാലിസിസിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേയ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ അനാലിസിസിൽ പോവാം. നിഫ്റ്റിയാണ്. നിഫ്റ്റി നമുക്ക് 21,500 സ്ട്രാഡിലുണ്ട്, 21,600 സ്ട്രാഡിലുണ്ട്. റെസിസ്റ്റൻസ് വരുന്നത് 21,700ലാണ്. 21,700ലും പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് 21,700, സപ്പോർട്ട് നമുക്ക് 21,500 എന്നതിൽ ഉപരി നമുക്ക് അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ പറയാം. ബിക്കോസ് അവിടെ നമുക്ക് കോളും പുട്ടും മീൻസ് ഓൾമോസ്റ്റ് ടൈമിലേക്ക് വരുന്നുണ്ട്. റെസിസ്റ്റൻസിലാണ് നമുക്ക് കുറച്ച് പറയാം. അപ്പോൾ നമുക്ക് 21,500ന്റെ താഴെ വന്നാൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് കവറിങ്ങിന്റെ ഒരു ചാൻസസ് മീൻസ് ഉള്ളൂ. പ്ലസ് നമുക്ക് ഡിമാൻഡ് സോണിന്റെ താഴെയും കൂടി വരണം. അപ്പോൾ സെയിം ലെവൽസ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ ഇനിയും ഫോളോ ചെയ്യാനുള്ളത്. 21,500 തന്നെയാണ് നമ്മളൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ആക്കുകയാണ്. ഒരു ഓറഞ്ച് കളർ സ്ട്രാഡിൽ ഫോർമേഷൻ കൊടുത്തു. ഇവിടെ 400 ഒക്കെ നമുക്ക് ഇനി ഓൾമോസ്റ്റ് നമ്മൾ സപ്പോർട്ട് പറഞ്ഞാണ്. അവിടെ നമ്മൾ സപ്പോർട്ട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി നമുക്ക് ആ ഒരു ഡേ ഹൈ ഡേ ലോ അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അവിടെ മീൻസ് അവിടെ സോൺ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടേക്ക് വേണമെങ്കിൽ സപ്പോർട്ട് എടുക്കാമായിരുന്നു. ഓൾറെഡി ഒരു ചെറിയ സപ്പോർട്ട് അവിടെ നമുക്ക് ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്തതുകൊണ്ട് മേ ബി അത് നമുക്ക് അവിടെ തന്നെ വെച്ചേക്കാം. അത് എങ്ങനെ വരും എന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ദെൻ നമുക്ക് 21,500 സ്ട്രാഡിൽ ഫോർമേഷൻ ആയി. 21,600ലും ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രാഡിൽ ഉണ്ട്. സ്റ്റിൽ ഹോൾഡിംഗ് ആണ്, സ്ട്രാഡിൽ ഹോൾഡിംഗ് ആണ്. പ്ലസ് അപ്പം നമുക്ക് അതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്താക്കാം, 21,700 വെക്കാം. 21,700ൽ നമുക്ക് റെസിസ്റ്റൻസ് വെക്കാം. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 21,700 ആണ്. അവിടെ നമുക്ക് എന്താക്കുന്നുണ്ട്, പുട്ടും ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അവിടെ ലാർജ്ലി കോൾ ബിൽഡിംഗ് തന്നെയാണ് അധികം നിൽക്കുന്നത്. അപ്പോൾ 21,500 നമുക്ക് ഷോർട്ട് സ്ട്രാഡിലുണ്ട്. 21,400 നമ്മൾ നേരത്തെ നമ്മുടെ സപ്പോർട്ടാണ്. സ്റ്റിൽ നമുക്ക് ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യോ ഇല്ലേ നമുക്ക് ട്യൂസ്ഡേ നമുക്ക് നോക്കാം. എങ്ങനെയാണ്, ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ? ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അവിടെ പുട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നോക്കാം, അതിനെ വെയിറ്റ് ചെയ്യാം. ദെൻ പിന്നെ നമ്മൾക്ക് 21,700 ആണ് റെസിസ്റ്റൻസ്. 21,600ലും ഓൾമോസ്റ്റ് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. നമുക്ക് അവിടെ 21,600ഉം ഒരു സ്ട്രാഡിലായിട്ട് തന്നെ വെക്കാം. 21,500 ആണ് ലാർജ് സ്ട്രാഡിലുള്ളത്. 21,600 സ്ലൈറ്റ്ലി സ്ട്രാഡിലാണ്. അപ്പോൾ അവിടെ ഒരു യെല്ലോ, ഒരു ലൈറ്റ് യെല്ലോ ആണ് വെക്കുന്നത്. അവിടെ നമുക്ക് ഇനി എങ്ങനെയാണ് ബിൽഡപ്പ് വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. OI അനാലിസിസിൽ നിഫ്റ്റിയുടെ അതാണ് പറയാനുള്ളത്. സോൺ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. എല്ലാ ദിവസവും നമ്മൾ സോൺ മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് കിട്ടാൻ വേണ്ടി ടെലിഗ്രാം ചാനലിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബയേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമുക്ക് ഫ്രൈഡേ അനാലിസിസ് വെച്ചാണ് നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓക്കെ, പിന്നെ ഈ ബാങ്ക് നിഫ്റ്റി OI ചാർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഓക്കെ, ബാങ്ക് നിഫ്റ്റിക്ക് 46Kയിൽ നമുക്കൊരു സ്ട്രാഡിൽ ആൻഡ് നമുക്ക് റെസിസ്റ്റൻസ് വരുന്നത് 46,500. ദെൻ സപ്പോർട്ട് വരുന്നത് 46,400, ലാർജ് സപ്പോർട്ട് 45,000. ഓക്കെ, അപ്പോൾ 46,000 നമുക്ക് എന്താക്കുന്നത്, നമ്മൾ സ്റ്റിൽ സ്ട്രാഡിൽ ഫോർമേഷൻ ആണ്. അപ്പോൾ അവിടെ സ്ട്രാഡിൽ ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദെൻ 46,500 നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. 46,500 സ്ട്രാഡിൽ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ 45,500 സപ്പോർട്ട്, 45,500 സപ്പോർട്ട്. ദെൻ 45,000ലും സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സപ്പോർട്ട് ആകുമ്പോൾ 45,500 തന്നെ എടുക്കാനാണ്. ലാർജ് പുട്ട് ബിൽഡിംഗ് ആണ് വരുന്നത് 45ല്. അപ്പോൾ ഇനീഷ്യലായിട്ട് 45 തന്നെ എടുക്കും എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. 45,000ലേക്ക് മീൻസ് 45,500 ബിലോ വന്നാൽ 45,000 ആണ്. അത് നമുക്ക് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ സെയിം അതിൽ നിഫ്റ്റി പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാ നോക്കിയിട്ട് നമുക്ക് അവിടെ എങ്ങനെ ചെയ്യാം, നമ്മൾ ടെലിഗ്രാമിൽ അത് അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റിയുടെ ഒരു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ഹോൾ ഒരു ഇൻട്രാഡേ അനാലിസിസ് എന്ന് പറയാനുള്ളത് നമുക്ക് അതാണ്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം, പ്ലസ് നമുക്കൊരു ലാർജ് ഒരു 4 hour ടൈം ഫ്രെയിമിൽ എങ്ങനെയുണ്ട് വന്നേക്കുന്നത് അതും കൂടി നോക്കാം. FIDA ഡാറ്റ സാറ്റർഡേ ആണ്, നമുക്ക് ഫ്രൈഡേയിലും കൂടി നോക്കാം. 19th ഫ്രൈഡേ വെച്ച് നോക്കിയാൽ സ്ട്രോങ് FIS സ്ട്രോങ് ബെയറിഷ് ആൻഡ് മൈൽഡ് ബെയറിഷിലായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബെയറിഷ് സെന്റിമെന്റ് ഉണ്ടായിരുന്നു. വൺസ് അത് സാറ്റർഡേയിലേക്ക് വന്നപ്പോൾ മീഡിയം ബെയറിഷ് ആൻഡ് മൈൽഡ് ബുള്ളിഷ്, വീണ്ടും ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുക, കോൾ ഓപ്ഷൻസിലാണ് മൈൽഡ് ബെയറിഷ് ആൻഡ് പുട്ട് ഓപ്ഷൻസിൽ മൈൽഡ് ബുള്ളിഷ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ട് രണ്ടും ബോത്ത് ആർ സെൽ സൈഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു സ്ലൈറ്റ്ലി ഒരു എന്താ പറയാ, നമുക്കൊരു മീൻസ് ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു മൂവ്മെന്റ് വിത്ത് ബിയറിഷോ ബുള്ളിഷോ ബയാസ് ആണെങ്കിൽ സ്ലൈറ്റ്ലി ചെറിയ മൂവ്മെന്റ് ആവാനായിരിക്കും മാക്സിമം ചാൻസ്. അപ്പോൾ ട്യൂസ്ഡേ അത് ശ്രദ്ധിക്കുക. FISന്റെ പൊസിഷൻസ് അത് നോക്കുക. ദെൻ പ്രോയിൽ നോക്കുകയാണെങ്കിൽ പ്രോ സ്ട്രോങ് ബുള്ളിഷ് ആണ്, ഇൻഡെക്സ് ഫ്യൂച്ചർ സ്ട്രോങ് ബുള്ളിഷ് ആണ്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ പ്രോ മീഡിയം ബുള്ളിഷ് ആൻഡ് മൈൽഡ് ബുള്ളിഷ്. പ്രോ കംപ്ലീറ്റ്ലി ബുള്ളിഷ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് പ്രോ. ആൻഡ് ഇതാണെങ്കിൽ FIS ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മീഡിയം ബിയറിഷ് ഉള്ളൂ, മീൻസ് മീഡിയം ബിയറിഷ് ആൻഡ് മൈൽഡ് ബുള്ളിഷ് ആണ്. മാക്സിമം ഒരു പോസിറ്റീവ് ബയാസ് ആണ് നമുക്ക് FISന്റെ ഒരു ഡാറ്റ അനാലിസിസിൽ നോക്കുന്നത് കാണാൻ കഴിയുന്നത്. ദെൻ ഇതിൽ തന്നെ ആണല്ലോ നമുക്ക് ഫ്രൈഡേ വെച്ച് നോക്കിയാൽ ഫ്രൈഡേയിൽ മൈൽഡ് ബിയറിഷ് ആയിരുന്നു, കോൾ ഓപ്ഷൻസിൽ മൈൽഡ് ബിയറിഷ്, പുട്ട് ഓപ്ഷൻസ് മൈൽഡ് ബിയറിഷ്. സോ അത് തന്നെയല്ല നമുക്ക് സാറ്റർഡേ കാണാനും കഴിയുന്നത്. നമുക്ക് സാറ്റർഡേ അല്ലെങ്കിൽ നിഫ്റ്റി ഒരു 0.23% ഒരു ബിയറിഷ് ബയാസിലാണ് ട്രേഡ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഫിൻ നിഫ്റ്റി വെച്ചാണ് നോക്കിയത്. ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയ പോസിറ്റീവ് ബയാസിലും ഓൾമോസ്റ്റ് ഒരു മീഡിയം ബുള്ളിഷിന്റെയും ഒരു മൈൽഡ് ബിയറിഷിന്റെയും ഇടയിൽ തന്നെയായിരുന്നു നിഫ്റ്റി സാറ്റർഡേ വർക്ക് ചെയ്തത്. ദെൻ ഇനി നമ്മൾ ട്യൂസ്ഡേയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ഉണ്ട്, മീഡിയം ബുള്ളിഷ് ഉണ്ട്, മൈൽഡ് ബുള്ളിഷ് ഉണ്ട്, പ്ലസ് മീഡിയം ബിയറിഷ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി സോൺ ടു സോൺ മൂവ്മെന്റ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ബയാസും കൂടി പ്രതീക്ഷിക്കാം. ക്ലയന്റ് ആണെങ്കിൽ നമുക്ക് മീഡിയം ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ക്ലയന്റ് നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സ് ആണ്. കുറച്ചും കൂടി സ്മാർട്ട് മണി എന്ന് പറയുന്നത് FI ആൻഡ് പ്രോ ആണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഇത് തരുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസ് മീൻസ് ഒരു ഗ്രാഫ് നോക്കിയാൽ ഗ്രാഫിലെ FISന്റെ കോൾ ചേഞ്ച് വരുന്നത് -16,000 ആണ്, പുട്ട് ചേഞ്ച് വരുന്നത് -67,000 ആണ്. ഓൾമോസ്റ്റ് ഒരു ബെയറിഷ് ആണെങ്കിലും ആ ബെയറിഷ് സെന്റിമെന്റിന്റെ കുറച്ച് കുറവായിട്ട് നമുക്ക് അവിടെ കാണാം. ബെയറിഷ് സെന്റിമെന്റ് കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബെയറിഷ് സെന്റിമെന്റ് ആണ് അൾട്ടിമേറ്റ്ലി. ഇവിടെ കണ്ടോ, നമുക്ക് FIS നല്ല ഫോളോ വന്നപ്പോൾ നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആയിരുന്നു. ബട്ട് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് ആ FISന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉള്ള സെല്ലിംഗ് ശരിക്കും കുറഞ്ഞു വരുന്നുണ്ട്. മീൻസ് അതൊരു പോസിറ്റീവ് ബയാസ് ആണ്. ഇനി നമ്മൾ FISന്റെ ഒരു ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസിലാണെങ്കിലും നമുക്ക് കോൾ ചേഞ്ച് 19,776 പുട്ടിലാണെങ്കിൽ 1.84 ലാഖമാണ്. അവിടെയും നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് കുറച്ച് കുറഞ്ഞായിട്ട് തന്നെ വരുന്നത്. എവിടെ നമുക്ക് കോൾ ചേഞ്ച് നല്ല ബുള്ളിഷ് സെന്റിമെന്റ് നല്ല രീതിയിൽ വന്നു, ബട്ട് നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കയറി വരുന്നില്ല എന്നുള്ള ഒരു ഡൗട്ട് ഇവിടെ ഉണ്ട്. ബട്ട് നമുക്ക് ബിയറിഷ് സെന്റിമെന്റ്സ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. സോ അപ്പൊ അതാണ് നമ്മൾ ഓൾറെഡി ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഇതാക്കുമ്പോൾ നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് കുറയുന്നുണ്ട്. ബട്ട് നല്ല അൾട്ടിമേറ്റ്ലി ബുള്ളിഷ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അതിന് യെസ് പറയാനും കഴിയുന്നില്ല. ബിക്കോസ് അവിടെ നമുക്കൊരു സെല്ലിംഗ്, അവിടെ ബിൽഡിംഗ് നമുക്ക് അധികം കാണാൻ കഴിയുന്നില്ല. ദെൻ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കിയാൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആയിരുന്നു FIS ഒക്കെ നടത്തിയത്. ദെൻ സാറ്റർഡേ FIS ആക്ടിവിറ്റി കുറഞ്ഞത് കൊണ്ടാവും 546 crore സെല്ലിംഗ് FISഉം DIS 71 crore. ലൈറ്റ്ലി രണ്ടുപേരും ചെറിയ രീതിയിലാണ് സെല്ലിംഗ് നടത്തിയേക്കുന്നത്. ബോത്ത് ആർ ഇൻ സെൽ സൈഡ് ആണെന്നുള്ള ഒരു ചെറിയൊരു കൺസേൺ മാത്രമേ ഉള്ളൂ. എനിവേ അത് ക്യാഷ് മാർക്കറ്റ് ആണ്. ബിക്കോസ് അവിടെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാലാണ് നമുക്കൊരു നല്ല രീതിയിലുള്ള ബൈയിങ് വരാൻ ചാൻസസ് കൂടുതൽ.
അപ്പോൾ അതാണ് നമ്മൾ FASDA ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ബയാസിലേക്ക് വന്നിട്ടുണ്ട് നോക്കാം. ഇനി നമ്മൾ ഒരു 4 ഹവേഴ്സിന്റെ ക്യാൻഡിലിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എങ്ങനെയുണ്ട്, നമുക്ക് ആ ഒരു സപ്പോർട്ട് എടുത്തോ അല്ലെങ്കിൽ ഇനിയും ഫോള് വരുമോ എന്ന് നോക്കാം. നമുക്ക് നല്ല ഒരു ഫോള് വന്നു. ഇവിടെ നമുക്കൊരു ഫോൾ ക്യാൻഡിൽ വന്നു. ഇവിടെ നമ്മൾ ഇതെടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഫോളോ വന്നു. ഇവിടെ നമ്മൾ സപ്പോർട്ട് എടുത്തും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സപ്പോർട്ട് എടുത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോൺ നമ്മൾ കംപ്ലീറ്റ്ലി ബൈ സോൺ ആണ്. ഇവിടെ നമുക്ക് ഒരു റിവേഴ്സ് വന്നു. പിന്നെയും ഇത് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് എന്താക്കുന്ന രണ്ടും ഒരു ബുള്ളിഷ് ഹാമർ പാറ്റേണിലാണ് നിൽക്കുന്നത്. മേ ബി നമുക്ക് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് ആയിട്ട് ദെൻ നമുക്കൊരു മേളിലേക്ക് തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് ദിസ് ലെവൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവൽ ഇവിടുന്ന് ഫോളോ വന്ന ലെവൽ 21,800 എന്നുള്ള ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 21,800 എങ്ങനെയാണ് നമുക്ക് മീൻസ് ഇനി മേളിലേക്ക് ആണെങ്കിൽ 21,800 നമുക്ക് അവിടെ ഒരു ഇത് കിട്ടും. നമുക്ക് അവിടുത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയുണ്ട് നോക്കണം, പ്രൈസ് ആക്ഷൻ എങ്ങനെയുണ്ട് നോക്കണം. ഇനി അവിടെ നമുക്ക് കറക്റ്റായിട്ട് വന്നാൽ അവിടെ കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് നമ്മൾ പഴയ നമ്മുടെ ചാനലിലേക്ക് ഇന്നാവും. ഈ ചാനലിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി ബാക്ക് ടു ദിസ് ചാനലാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു വേണമെങ്കിൽ നിഫ്റ്റി ഈ ഒരു ചാനലിൽ ട്രേഡ് ചെയ്യാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ്. ഇനി അതല്ല, നമുക്കിനി താഴേക്കാണ് മൂവ്മെന്റ് എങ്കിൽ താഴേക്കാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. 21,500 എന്ന് പറയുന്ന 21,500 400 ലെവൽ തന്നെയാണ്. ഈ സ്റ്റാഡിലാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവലിന് ശേഷം പിന്നെ വരുന്നതാണ് 21,000 സപ്പോർട്ടൊക്കെ പിന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ നമുക്ക് നല്ല ബൈയിങ് കിട്ടിയിട്ടുണ്ട്. മാക്സിമം ഈ ലെവൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം. അവിടെ നിന്ന് നമുക്ക് നല്ലൊരു റാലി തന്ന ലെവൽസ് ആണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ലെവൽസിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം. ആൻഡ് ഇവിടെ വരുന്ന ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ട്യൂസ്ഡേ ആണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ട്യൂസ്ഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചെറിയ ഒരു റിവേഴ്സ് പോലെ ബാങ്ക് നിഫ്റ്റിയും കാണിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല പിന്നെയും ഒരു മേളിലേക്ക് വന്നു, പിന്നെയും ഒരു താഴേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഇനി ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ 4 ഹവേഴ്സിന്റെ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നാൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ചാനലിന്റെ മേളിലേക്ക് തന്നെ പോകുമെന്ന് വിചാരിക്കാം. ചാനലിന്റെ അപ്പ് സൈഡ് നമുക്ക് മീൻസ് എപ്പോഴും ബാങ്ക് നിഫ്റ്റി നേരത്തെയൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തതാണ്. ഇവിടെയാണ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് നല്ലൊരു റാലി തന്നത്. ആ ലെവലിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത്. സെയിം ഒരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലും ഈ ഒരു ഹൈയും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഹൈയും 47,500 എന്നുള്ള ഹൈ ഒക്കെ ഇത് രണ്ടും കൂടി 46,500 ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് അവിടെയും കൂടുതലുണ്ട്. ദെൻ പിന്നെ നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ബാങ്ക് നിഫ്റ്റി ഫോൾ ആയി അവിടെ ഹൈ എടുത്തിട്ട് അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി പോയേക്കുന്നത്. ആ ഹൈ അതായത് 47,000 എന്നുള്ള ലെവലാണ്. അവിടുത്തെ പ്രൈസ് ആക്ഷൻ ഒരു 4 ഹവറോ 1 ഹവറോ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ബാക്ക് ടു ആ ലെവൽസിലേക്കൊക്കെ പോകും, 48ലേക്കൊക്കെ പോകുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലാണ് നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ ഹ്യൂജ് വോളറ്റൈലിറ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഇനി പെട്ടെന്ന് തന്നെ 47ലേക്ക് വന്നാലും 1000+ പോയിന്റിന്റെ റാലി കിട്ടും. അപ്പോൾ നല്ല രീതിയിലുള്ള വോളറ്റൈലാണ്. നിഫ്റ്റി നമ്മുടെ ഇന്ത്യ വിക്സ് ആണെങ്കിലും നല്ല മൂവ്മെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ഒരു വോളറ്റൈൽ മൂവ്മെന്റ് തന്നെ ഇന്ത്യ വിക്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. മീൻസ് മാക്സിമം ഫാൾസ് ബ്രേക്ക്ഔട്ടിലുള്ള ട്രേഡ് നിങ്ങൾ ഒഴിവാക്കുക. ഫാൾസ് ബ്രേക്ക്ഔട്ടിലെ ട്രേഡ് ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നല്ല ട്രേഡ്സിൽ കയറാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം അതിനുവേണ്ടി നമ്മൾ ലെവൽസ് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ആ ലെവൽസിനെ ഫോളോ ചെയ്ത് മാത്രം കയറാം. ദെൻ പിന്നെ നമ്മൾ നോക്കുന്നത് ഇൻട്രാഡേ സോൺസ് ആണ്. സോണും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടിമേറ്റ്ലി ബിയറിഷും അതോടൊപ്പം സോണും കൂടി ബ്രേക്ക് ചെയ്താൽ മാക്സിമം നിങ്ങൾ നല്ല ട്രേഡ്, അപ്പോഴും നമുക്ക് റിസ്ക് റിവാർഡ് ഉള്ള നല്ല ട്രേഡിൽ കയറാം.
അപ്പം അങ്ങനത്തെ ട്രേഡിലേക്ക് മാത്രം കയറുക. സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻ ബയേഴ്സ് നിൽക്കുക. ആൻഡ് ഓപ്ഷൻ സെല്ലേഴ്സ് ഒരു സ്ട്രാറ്റജി മീൻസ് കോണ്ടറിലോ സ്പ്രെഡിലോ അങ്ങനെയൊക്കെ കയറി എടുക്കുക. എല്ലാവരും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ DM ചെയ്താൽ ചോദിക്കാം. ആൻഡ് നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈസി ആയിട്ട് മീൻസ് അധികം കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിനെ ഈസി ആയിട്ട് ഫോളോ ചെയ്ത് മനസ്സിലാക്കാം. ഹ്യൂജ് വോളറ്റൈലിറ്റി ആയിരിക്കും. വോളറ്റൈലിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ വോളറ്റൈൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. മീൻസ് ലാസ്റ്റ് വീക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമുക്കത് എല്ലാവരും സപ്പോർട്ട്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തും കൂടി തരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ ഫോളോ ചെയ്യുക. ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.